അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുതുബുസ്സമാൻ മൗലദവീല മമ്പുറന്തങ്ങൾ പറയുകയാണ്, ഔക്കോയക്ക് കിതാബിൻ്റെ അകവും പുറവും തിരിയും. മമ്പുറന്തങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആരാണ് ഔക്കോയ മുസ്ലിയാർ? ആ വിശ്രുത ജീവിതത്തിലേക്കുള്ള ഒരു എളിയ എത്തിനോട്ടം മാത്രമാണിത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരപ്പനങ്ങാടി ദേശത്തെ ഉന്നത കുടുംബമായ മരക്കാരകം തറവാട്ടിൽ ഹിജറ 1222 ചിയാമു മരക്കാർ എന്ന ഹിഷാം മരക്കാരുടെ മകനായാണ് ഔക്കോയ മുസ്ലിയാർ ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തികഞ്ഞ ബുദ്ധിശാലിയും ജിജ്ഞാസുമായിരുന്ന ഔക്കോയ മുസ്ലിയാർ 14-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കുകയും തൻ്റെ വിജ്ഞാന യാത്രക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ട് പൊന്നാനി വലിയ ജുമഅത്ത് പള്ളിയിൽ ഷെയ്ഖ് അഹ്മദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്തെത്തുന്നു. 5 വർഷം അവിടെ തുടർന്ന ഔക്കോയ മുസ്ലിയാർ പിന്നീട് കണ്ണൂരിലെ വളപട്ടണത്തും കണ്ണൂരിലെ പുറത്തിൽ പള്ളിയിലും വിദ്യാഭ്യസിക്കുന്നു. ശേഷം താനൂർ വലിയകുളങ്ങര പള്ളിയിൽ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ദറസിലാണ് അവിടെ എത്തുന്നത്. 5 വർഷം അവിടെ എത്തുന്നത്. ഔക്കോയ മുസ്ലിയാരുടെ പാണ്ഡിത്യവും ആഴവും തിരിച്ചറിഞ്ഞ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടെ തൻ്റെ സഹമുദരിസായി നിയമിക്കുകയാണ് ഔക്കോയ മുസ്ലിയാരെ. വലിയ സാമൂഹ്യ സേവകനായിരുന്നു ഔക്കോയ മുസ്ലിയാർ. മമ്പുറതങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ഔക്കോയ മുസ്ലിയാർക്ക്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മാപ്പിളമാരുടെ പോരാട്ടത്തിന് ഔക്കോയ മുസ്ലിയാർ നേതൃത്വം നൽകിയിരുന്നു. ഏതൊരു പ്രതിസന്ധിക്കും ആത്മീയതയിലൂന്നിയ പരിഹാരമെന്നത് മഹാനവറുകളുടെ ഒരു ശൈലിയായിരുന്നു. മമ്പുറന്തങ്ങളിൽ നിന്നും ഖാദിരിയ ത്വരീഖത്ത് സ്വീകരിച്ച മഹാനവറുകൾ മലബാറിൽ അതിൻ്റെ പ്രചാരണത്തിൻ്റെ തൻ്റെ ജീവിതത്തിലൂടെ മഹാനവറുകൾ അതിൻ്റെ പ്രചാരണം നിർവഹിച്ചു. ഹിജറ 13-ാം നൂറ്റാണ്ടിൽ ഔക്കോയ മുസ്ലിയാരുടെ കാലഘട്ടത്തിൽ മലബാറിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു കൊണ്ടോട്ടി കൈത്തർക്കം. ഇവർക്കെതിരെ പൊന്നാനി പണ്ഡിതന്മാരുടെ കൂടെ ശക്തമായാണ് ഔക്കോയ മുസ്ലിയാർ നിലയുറപ്പിച്ചത്. ഇവർക്കെതിരെ 3ഓളം ഫത്വകൾ മഹാനവറുകൾ പുറപ്പെടുവിച്ചു. അനുയായികൾ ഷെയ്ഖിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നൊരു പതിവ് ഇവർക്കുണ്ടായിരുന്നത്രേ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള കാലത്ത് സൃഷ്ടികൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നു. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വരവോടുകൂടി സൃഷ്ടികൾക്ക് മുമ്പിലുള്ള എല്ലാവിധ സുജൂദുകളും നിരോധിക്കപ്പെട്ടു എന്ന് ഔക്കോയ മുസ്ലിയാർ തൻ്റെ ഫത്വയിലൂടെ സമർത്ഥിക്കുകയായി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതുന്നത് കാണാം, കൊണ്ടോട്ടി ത്വരീഖത്തിൻ്റെ ഫിത്ന മലബാറിൽ ഒന്നാകെ വ്യാപിച്ചു. 1.5 ലക്ഷത്തോളം ആളുകൾ അതിൻ്റെ അനുയായികളായി കൂടെ കൂടി. മലബാറിലെ പണ്ഡിതന്മാർ ഇതിനെ ശക്തമായി എതിർത്തു. വിശിഷ്യ പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരും പൊന്നാനി പുത്തൻ വീട്ടിൽ ബാവ മുസ്ലിയാരും ഇവരുടെ ശ്രമഫലമായി 1 ലക്ഷത്തോളം ആളുകൾ തിരികെ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. ഈ സംഭവത്തിലൂടെ മഹാനവറുകളുടെ സേവനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. വലിയ പണ്ഡിതനും തികഞ്ഞ ജ്ഞാനിയുമായിരുന്നു ഔക്കോയ മുസ്ലിയാർ. മഹാനായ മമ്പുറം തങ്ങൾ തൻ്റെ പുത്രനായ സെയ്ദ് ഫാദിൽ പൂക്കോയ തങ്ങളെ കിതാബ് ഓതാനായി അയക്കുന്നത് ഔക്കോയ മുസ്ലിയാരുടെ അടുക്കലേക്കാണ്. മലബാറിലെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയത്തിന് ആധികാരികമായി തീർപ്പ് കൽപ്പിക്കാനായി സമ്പന്നരായ ഒരു കൂട്ടം ആളുകൾ ഈജിപ്തിലെ മുഫ്തിയും ഷെയ്ഖുമായ അല്ലാമ ഇബ്രാഹിം ബാജൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് മലബാറിലെ പണ്ഡിതന്മാരുടെ ഫത്വ കാണിച്ചു കൊടുക്കുന്നു. കൂട്ടത്തിൽ ഔക്കോയ മുസ്ലിയാരുടെ ഫത്വ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വാ അജബ, എന്തൊരു അത്ഭുതം, അള്ളാഹുവിൻ്റെ റിള ഇദ്ദേഹത്തിന് ഉണ്ടാവട്ടെ, ഇതുപോലുള്ള പണ്ഡിതന്മാർ മലബാറിലുണ്ടോ എന്ന് ഇബ്രാഹിം ബാജൂരി റളിയല്ലാഹു അൻഹു അത്ഭുതം കൂറുകയാണ്. ഹിജറ 1255 ഔക്കോയ മുസ്ലിയാർ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. തുടർന്ന്
ഇസ്താംബുൾ, ബഗ്ദാദ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും തികഞ്ഞ ജിജ്ഞാസുവായ ഔക്കാരി മുസ്ലിയാർ ഈ അവസരം തൻ്റെ അറിവന്വേഷണത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അല്ലാമ ഇബ്രാഹിം ബാജൂരി, അല്ലാമ അബ്ദുൽ ഹമീദ് ഷർവാനി, ഇമാം അഹമ്മദ് സൈനി ദഹ്ലാൻ അവരുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. തൻ്റെ സ്വന്തമായ ഒരു സാഹിത്യ ശൈലി ഔക്കായി മുസ്ലിയാർക്കുണ്ടായിരുന്നു. അറബി മലയാള ലിപിക്ക് കാര്യമായ പരിഷ്കരണങ്ങൾ, തൻ്റെ നിസ്തുലമായ സംഭാവനകൾ അദ്ദേഹം അർപ്പിച്ചിരുന്നു. ഹിജ്റ 1288 വരെ താനൂർ വലിയകുളങ്ങര പള്ളിയിൽ അദ്ദേഹം മുദരിസായി തുടരുന്നു. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ കാരണം തുടർന്നുള്ള 4 വർഷങ്ങൾ പരപ്പനങ്ങാടി കടപ്പുറത്തെ മരക്കാരകം തറവാട്ടിലാണ് അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചത്. ഹിജ്റ 1292 മഹാനവർകൾ വഫാത്താവുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള മർസിയത്തിൽ അഹമ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം: മുത്തും മാണിക്യവും പവിഴവും നിറഞ്ഞ ആഴക്കടലാണ് ഔക്കോയ മുസ്ലിയാർ. അള്ളാഹു മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.